Hello dear students, welcome back. പുതിയൊരു നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET എന്ന് പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും മറ്റ് ചില സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കും അഡ്മിഷന് വാലിഡേറ്റ് ചെയ്യുന്ന CUET എൻട്രൻസ് എക്സാം 2024 നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി ഒരുപാട് കൺഫ്യൂഷൻസും മറ്റും ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മളെ നോട്ടിഫിക്കേഷൻ ഇൻഫർമേഷൻ ഇതുവരെ ഡിലേ ആയത്. ഏതായാലും കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഏറെക്കുറെ വന്നു കഴിഞ്ഞു. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നൗ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നത് NTA ആണ്. JEE മെയിനും നീറ്റ് ഒക്കെ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നടത്തുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കാണ് കൂടുതലായിട്ടും ഇതിൽ നിന്ന് അഡ്മിഷൻ എടുക്കുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. ടോട്ടൽ ഇന്ത്യയിൽ 56ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. CUETയുടെ വെബ്സൈറ്റിൽ ഓൾമോസ്റ്റ് 44 യൂണിവേഴ്സിറ്റികൾ ഇതുവരെ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും മറ്റ് ചില യൂണിവേഴ്സിറ്റികളിലേക്കും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ CUET സ്കോർ അനുസരിച്ച് അഡ്മിഷൻ നടക്കുന്നുണ്ട്. ഏതായാലും കോമൺ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അഥവാ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും അഡ്മിഷൻ എടുക്കുന്നത് CUET അനുസരിച്ചാണ്. നൗ മറ്റ് കാര്യങ്ങൾ ഏതൊക്കെയാണ് മേജർ ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, അതിൻ്റെ ഒരുപാട് വലിയ ലിസ്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ പ്രോസ്പെക്ടസിൽ കാണാവുന്നതാണ്. അതിൽ മേജർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ മോസ്റ്റ് പ്രോമിനൻ്റ് ആയിട്ടുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ICAR ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, UPES യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്റ്റഡീസ് ഡെറാഡൂണിലാണ് യൂണിവേഴ്സിറ്റി ഉള്ളത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ പോലെയുള്ള ഡൽഹിയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ അഡ്മിഷൻ നടക്കുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. കൂടുതൽ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ കാണാവുന്നതാണ്. ഇനി എക്സാമിൻ്റെ ഒരു പാറ്റേൺ, ഇതിലിപ്പോൾ ആർട്സും സയൻസും അതുപോലെ അതല്ലാത്ത ബിസിനസ്, എക്കണോമിക്സ്, കൊമേഴ്സ് ഒക്കെ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഡിഗ്രി കോഴ്സുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലുണ്ട്. അതിലേക്കൊക്കെ ഉള്ള അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ CUET തന്നെയാണ്. ഒരുപാട് ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ, ടോട്ടൽ 61 ടെസ്റ്റ് പേപ്പറുകളുണ്ട്. അതിലെല്ലാം എഴുതണം എന്നല്ല പറയുന്നത്, 61 ടെസ്റ്റ് പേപ്പറുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ആക്ച്വലി ഒരു CUET എക്സാം എന്ന് പറയുന്നത്. അതിൽ ഒരു സ്റ്റുഡൻറ്റിന് മാക്സിമം 6 ടെസ്റ്റുകൾ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതിലേക്ക് നമുക്ക് വരാം. ഈ 61 ടെസ്റ്റുകളിൽ 33 ലാംഗ്വേജുകളാണ്, 27 ഡൊമൈൻ സബ്ജക്റ്റുകളാണ്. ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ പോലെയുള്ള സബ്ജക്റ്റുകളാണ് ഡൊമൈൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞുള്ളത്. 27 അതാണ്. ഒരു ജനറൽ ടെസ്റ്റ് ആണ്. ഓക്കെ, ആ ജനറൽ ടെസ്റ്റിന് ഉള്ള സിലബസ് എന്ന് പറയുന്നത് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, ജനറൽ മെന്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് സിമ്പിൾ ആപ്ലിക്കേഷൻ ഓഫ് ബേസിക് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ്, അരിതമെറ്റിക്, ഓൾജിബ്ര എന്ന് വെച്ചാൽ 10th സ്റ്റാൻഡേർഡ് വരെ നമ്മൾ പഠിച്ചിരിക്കുന്ന മാത്സിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്ങിൽ വരിക. ഓൾജിബ്ര, ജോമെട്രി, മെൻസുറേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. കൂടാതെ ലോജിക്കൽ, അനലിറ്റിക്കൽ റീസണിങ്, അങ്ങനെയുള്ള ഒരു ജനറൽ ടെസ്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ട് ടോട്ടൽ 61, 33 ലാംഗ്വേജ്, 27 ഡൊമൈൻ സബ്ജക്റ്റ്, ഒരു ജനറൽ ടെസ്റ്റ്. നൗ ഒരു കാൻഡിഡേറ്റിന് മാക്സിമം 6 ടെസ്റ്റ് പേപ്പറുകൾ അറ്റൻഡ് ചെയ്യാം, ഇൻക്ലൂഡിങ് ജനറൽ ടെസ്റ്റ്. 6 എണ്ണമാണ് ടോട്ടൽ പരമാവധി സാധിക്കുക. നൗ എക്സാമിന്റെ മോഡ് ഹൈബ്രിഡ് എന്നാണ് പറഞ്ഞുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻ ആൻഡ് പേപ്പറും ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഉണ്ട്. അത് എന്തിനൊക്കെ അനുസരിച്ചിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഓരോ സബ്ജക്ട്, ഓരോ ടെസ്റ്റ് പേപ്പറിലും എത്ര സ്റ്റുഡൻസ് ഓരോ സിറ്റിയിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ചില സബ്ജക്റ്റുകൾക്ക് സ്റ്റുഡൻസിന്റെ എണ്ണം കൂടുതലുണ്ടാവും, ചില സിറ്റികളിൽ സ്റ്റുഡൻസിന്റെ എണ്ണം കൂടുതലുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള അതിനനുസരിച്ച് നമുക്ക് ഒപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ല. നമുക്ക് ഒപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് പെൻ ആൻഡ് പേപ്പർ വേണോ കമ്പ്യൂട്ടർ ബേസ്ഡ് വേണോ എന്നുള്ളത് NTA അലോട്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. സോ പറഞ്ഞിരിക്കുന്നത് എക്സാമിനേഷൻ വിൽ ബി കണ്ടക്ടഡ് ഓൺ മൾട്ടിപ്പിൾ ഡേയ്സ് in 2 or 3 shifts depending on the number of candidates and subject choices. നമ്മൾ എടുക്കുന്ന കാൻഡിഡേറ്റിന്റെ നമ്പറും അതുപോലെ തന്നെ സബ്ജക്റ്റിന്റെ ഓരോ സബ്ജക്റ്റിലും എത്ര കാൻഡിഡേറ്റ് വരുന്നു എന്നുള്ളതിനൊക്കെ അനുസരിച്ചാണ് അത് പെൻ ആൻഡ് പേപ്പർ ആണോ ഏത് ഷിഫ്റ്റിലാണ് നിങ്ങൾ വരിക എന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 61 ടെസ്റ്റ് പേപ്പറുള്ളതുകൊണ്ട് തന്നെ ഒരു 2 ആഴ്ചത്തെ പീരീഡിലാണ് CUET നടക്കുന്നത്. അതിൽ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റുകൾ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതിന്റെ ദിവസങ്ങളിൽ അതാത് ദിവസങ്ങളിൽ പോയിട്ട് അതാത് സെന്ററുകൾ പോയി എക്സാം എഴുതുന്ന രീതിയാവും ഉണ്ടാവുക. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനറൽ ടെസ്റ്റിന് 50 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് ഔട്ട് ഓഫ് 60. 50 ഔട്ട് ഓഫ് 60 ക്വസ്റ്റ്യൻസ്. ലാംഗ്വേജുകളും മറ്റ് ഡൊമൈൻ സബ്ജക്റ്റുകൾക്കും 40 ഔട്ട് ഓഫ് 50 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. നൗ ടൈം ഡ്യൂറേഷൻ 60 മിനിറ്റ് ആണ് ചില പ്രത്യേക സബ്ജക്റ്റുകൾക്ക് തന്നിരിക്കുന്നത്. മാത്തമാറ്റിക്സ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, അക്കൗണ്ടൻസി, ഫിസിക്സ്, കെമിസ്ട്രി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമാറ്റിക്സ് പ്രാക്ടീസസ് ആൻഡ് ജനറൽ ടെസ്റ്റ്. ജനറൽ ടെസ്റ്റ് അടക്കം 9 സബ്ജക്റ്റുകൾക്ക് 9 പേപ്പറുകൾക്ക് 60 മിനിറ്റ് ടൈം ഡ്യൂറേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ആ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. പ്രോബ്ലംസ് വരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന
ടെസ്റ്റ് പേപ്പറുകളിലാണ് കൂടുതൽ ടൈം അലോട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം 45 മിനിറ്റ് ആണ് സമയം. ഓക്കെ, മാർക്കിംഗ് സ്കീം പറഞ്ഞിട്ടുള്ളത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മാർക്കിംഗ് സ്കീം +5, കറക്റ്റ് ആൻസർ ആണെങ്കിൽ 5 മാർക്സും റോങ് ആൻസർ ആണെങ്കിൽ -1 മാർക്കുമാണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്. ആപ്ലിക്കേഷൻ ഓൺലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി ഇതുവരെ പറഞ്ഞിട്ടുള്ളത് മാർച്ച് 26, 2024 ആണ്. ഈ പറയുന്ന പല യൂണിവേഴ്സിറ്റികളും തുടക്കത്തിലൊന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലിസ്റ്റിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ NTA സൈറ്റിൽ, CUETന്റെ സൈറ്റിൽ പറഞ്ഞിട്ടുള്ളത് യൂണിവേഴ്സിറ്റികളും യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സുകളും ഡൈനാമിക് ആണ്, എന്ന് വെച്ചാൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സൈറ്റ് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 26 മാർച്ച് ആണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ICAR ഒക്കെ വളരെ റീസെന്റ് ആയിട്ട് മാത്രമാണ് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയൊക്കെയുണ്ട്. ബട്ട് യു ഹാവ് ടു അപ്ലൈ ബിഫോർ 26 ആസ് ഓഫ് നൗ. കറക്ഷൻ ഇൻ പെർട്ടിക്കുലേഴ്സ്, നമ്മൾ എന്തെങ്കിലും ഡീറ്റെയിൽസിൽ കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ 28, 29 എന്ന് പറഞ്ഞ 2 ദിവസങ്ങളാണ് മാർച്ചിൽ അലോട്ട് ചെയ്തിട്ടുള്ളത്, ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. എക്സാമിനേഷൻ ഡേറ്റ് നേരത്തെ പറഞ്ഞ പോലെ 2 ആഴ്ചത്തെ ഡ്യൂറേഷൻ, 15 മുതൽ 31 വരെ മെയ് മാസത്തിൽ, 15 to 31 എന്ന് പറയുന്ന അറൌണ്ട് 16 ഡേയ്സ് വരുന്ന ഒരു ടൈം ഡ്യൂറേഷൻ ആണ് എക്സാമിനേഷന് പറഞ്ഞിട്ടുള്ളത്. എലിജിബിലിറ്റി, CUET എൻട്രൻസ് എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്നതിന് അപ്പർ ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല. പക്ഷേ യൂണിവേഴ്സിറ്റികളിൽ അതാത് യൂണിവേഴ്സിറ്റികളുടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും ഏജിൽ. അതുപോലെ തന്നെ ചില പ്രത്യേക കോഴ്സുകൾക്ക് അതിൻ്റെതായ ഏജ് ലിമിറ്റുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ CUET അറ്റംപ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് കോളേജിൽ ഇന്ന കോഴ്സ് കിട്ടണം എന്നില്ല, കാരണം അവിടെ ഏജ് ലിമിറ്റുകൾ ഉണ്ടാവാം. ബട്ട് CUET അറ്റൻഡ് ചെയ്യുന്നതിന് ഏജ് ലിമിറ്റ് ഇല്ല. എക്സാം സിറ്റീസ്, കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും എക്സാം സിറ്റികളുണ്ട്. അതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ചോയ്സ് ഓഫ് സെന്റർ cities will be limited to the state of permanent address or state of present address only. നീറ്റിന് വന്നിരുന്ന പോലെ നമ്മുടെ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും വന്നിരിക്കുന്ന സ്റ്റേറ്റ് ഏതാണോ അവിടെയുള്ള സിറ്റികളിൽ നിന്ന് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ടാണ്. ഓഫ് കോഴ്സ് www.exams.nt.ac.in/CUET-UG. അണ്ടർ ഗ്രാജുവേറ്റ് CUET ആണ്. CUETക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലും എൻട്രൻസ് എക്സാം ഉണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് CUET UG മാത്രമാണ്. ആപ്ലിക്കേഷൻ ഫീസ് അപ് ടു 3 സബ്ജക്ട്സ്, നമ്മൾ 3 സബ്ജക്റ്റുകളാണ്, അതായത് 3 ടെസ്റ്റ് പേപ്പറാണ് എടുക്കുന്നതെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 1000, OBC NCL EWS 900, SC ST ഡിഫറൻഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസിന് 800 ആണ് ഫീസ് ഫോർ ഈച്ച് അഡീഷണൽ സബ്ജക്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അഗ്രികൾച്ചറിൽ BTechന് പോകാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ്. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു കോഴ്സ് താല്പര്യമുണ്ട്, അത് അഗ്രികൾച്ചറിൽ BSc അഗ്രികൾച്ചർ ആണ് എങ്കിൽ അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ്. ഇത് രണ്ടിനും നിങ്ങൾക്ക് പോകാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ബയോളജിയും 4 പേപ്പർ എഴുതണം. ഓക്കെ, ഇനി നിങ്ങൾ മറ്റേതെങ്കിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലുള്ള ആർട്സ് കോഴ്സിനൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സ്വാഭാവികമായിട്ട് ഒരു ലാംഗ്വേജ് വേണ്ടി വരും. നിങ്ങളൊരു സ്പെസിഫിക് BA ഇംഗ്ലീഷിന് പോകാനാണ്, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ BA ഇംഗ്ലീഷിന് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണ്ടി വരും. ഓക്കെ, മറ്റു ചില കോഴ്സുകളുണ്ട്, BBA പോലുള്ള കോഴ്സുകൾക്കൊക്കെ ക്വാളിഫയിങ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന പ്രത്യേക സബ്ജക്റ്റുകളല്ല, അതിനൊക്കെയാണ് ജനറൽ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ജനറൽ ടെസ്റ്റ് എഴുതണം. അങ്ങനെ നമ്മൾ ഏതൊക്കെ കോഴ്സുകളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുവോ അതിന് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഡിഫറെന്റ് സബ്ജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ 6ഉം 7ഉം 8ഉം ഡിഫറെന്റ് കോഴ്സുകൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ സബ്ജക്റ്റുകൾ എഴുതേണ്ടി വരും. അവിടെ നമുക്ക് ലിമിറ്റ് ഉണ്ട്. യു ക്യാൻ ഹാവ് എ മാക്സിമം ഓഫ് 6 ടെസ്റ്റ് പേപ്പേഴ്സ്. 6ൽ കൂടുതൽ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള 4 സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യുക. ഒരു ലാംഗ്വേജ് എന്നുള്ള നിലയ്ക്ക് മിക്കപ്പോഴും നിങ്ങൾക്ക് ആവശ്യം വരുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. അത് ടെസ്റ്റ് എഴുതാം. പിന്നെ അതൊന്നും അല്ലാത്ത ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വല്ല കോഴ്സിനും ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് മിക്കവാറും വേണ്ടി വരുന്നത് ജനറൽ ടെസ്റ്റ് ആയിരിക്കും. സോ ജനറൽ ടെസ്റ്റ് എടുക്കാം. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ആൻഡ് ജനറൽ ടെസ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി ഒരുപാട് കോഴ്സുകൾക്ക് നമുക്ക് എലിജിബിലിറ്റി വരും, ഈ പറയുന്ന 6 എഴുതിയാൽ തന്നെ. ഇനി അതൊന്നും അല്ലാതെ പ്രത്യേക ലാംഗ്വേജുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉറുദു അല്ലെങ്കിൽ സംസ്കൃത് അല്ലെങ്കിൽ ഫ്രഞ്ച്, ജർമ്മനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ടെസ്റ്റ് പേപ്പർ നിർബന്ധമായിട്ടും എഴുതേണ്ടി വരും. അങ്ങനൊന്നും അല്ല എങ്കിൽ കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റുകളിലേക്ക്, കോമൺ ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് ഈ കാണുന്ന 6 പേപ്പറുകൾ ചൂസ് ചെയ്യുക. അപ്പോൾ 3 എണ്ണത്തിന് 1000 rupees ആണ് ജനറൽ കാറ്റഗറിക്ക് ഫീസ്. ഓരോ അഡീഷണൽ പേപ്പറിനും 400 rupees ആണ് ജനറൽ കാറ്റഗറിക്ക് ഫീസ്. അപ്പോൾ നമ്മളിപ്പോൾ 6 സബ്ജക്റ്റുകൾ ഇതുപോലെ 6 ടെസ്റ്റ് പേപ്പറുകൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 3 എണ്ണത്തിന് 1000, അത് കഴിഞ്ഞിട്ടുള്ള ഓരോ എണ്ണത്തിനും 400 വീതം. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു 3 എണ്ണം കൂടെ വരുമ്പോൾ 1200, അങ്ങനെ ടോട്ടൽ 2200 ഫീസ് ആയിട്ട് വരും. അപ്ലോഡ് ചെയ്യേണ്ടത്
സ്വാഭാവികമായിട്ടും ഫോട്ടോഗ്രാഫും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. ഡിഫറൻഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും PDF ആയിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് പോലെയുള്ള പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പോലെയുള്ള UPES പോലെയുള്ള കോളേജുകളിൽ നല്ല BTech കോഴ്സുകളായിട്ടും അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് BSMS കോഴ്സുകളായിട്ടും പ്യുവർ സയൻസ് ആയിട്ടും ആർട്സ് ആയിട്ടും BTech ആയിട്ടും BSc അഗ്രികൾച്ചർ ആയിട്ട് ICAR-ലൊക്കെ പോയി കഴിഞ്ഞാൽ BSc അഗ്രികൾച്ചർ പോലുള്ള കോഴ്സുകളൊക്കെ ചെയ്യാൻ ഉള്ള നിങ്ങൾക്കുള്ള വാതിലാണ് CUET. സോ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഈ ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.